മണ്ഡലപൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് ചേർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര നെടുംപ്രയാർ ഭഗവതി ക്ഷേത്രത്തിലെത്തി 25-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും. 26-നാണ് മണ്ഡലപൂജ. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുന്, മണ്ഡലപൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് ചേർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ആ ഒരു ഘോഷയാത്ര ഇപ്പോൾ നെടുംപ്രയാർ ഭഗവതി ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് അല്ലേ? ഭക്ഷണ വിശ്രമമാണ്. രാവിലത്തെ ഭക്ഷണ വിശ്രമം ഇവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. നെടുംപ്രയാർ ഭഗവതി ക്ഷേത്രത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി ഇവിടെ 1 മണിക്കൂർ വിശ്രമമുണ്ട്. ഈ വിശ്രമ സമയത്ത് ഈ തങ്കയങ്കി ഭക്തജനങ്ങൾക്ക് ദർശിക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കടന്നു വന്ന വഴിത്താരകളിലെല്ലാം തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ച് കിലോമീറ്ററുകൾ പിന്നിട്ട വഴിത്താരകളിലെല്ലാം തന്നെ ഭക്തജനങ്ങളുടെ വലിയ ബാഹുല്യമാണ്. റോഡിന് ഇരുവശങ്ങളിലും ഭക്തജനങ്ങൾ അണിനിരന്നുകൊണ്ട് താലപ്പൊലിയും വാദ്യമേളങ്ങളും നിറപറയും നിലവിളക്കും ഒക്കെ ഒരുക്കി ഭക്തജനങ്ങൾ തങ്കയങ്കി ഘോഷയാത്രയെ വണങ്ങുന്ന, തങ്കയങ്കി ഘോഷയാത്രയെ വരവേൽക്കുന്ന കാഴ്ചകളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടത്. വളരെ വേഗത്തിൽ തന്നെ ഘോഷയാത്ര നേരത്തെ ക്രമീകരിച്ചിരിക്കുന്ന സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമകരമായ ദൗത്യം തന്നെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ വൈകിയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 8:30യോടുകൂടി നെടുംപ്രയാർ ക്ഷേത്രത്തിൽ വിശ്രമത്തിന് വേണ്ടി, രാവിലത്തെ വിശ്രമത്തിന് വേണ്ടി എത്തും എന്നായിരുന്നു നേരത്തെ മുൻകൂട്ടി ക്രമീകരിച്ചിരിക്കുന്ന സമയക്രമപ്രകാരം തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ 1 മണിക്കൂർ വൈകിയാണ് നെടുംപ്രയാറിൽ എത്തിയിരിക്കുന്നത്. ഇനി 1 മണിക്കൂർ ഇവിടെ വിശ്രമമുണ്ട്. ആ സമയത്ത് ഭക്തജനങ്ങൾക്ക് ഘോഷയാത്രയെ വണങ്ങുന്നതിനും തങ്കയങ്കി ദർശിക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം ഇവിടെ നിന്നും നെടുംപ്രയാർ ജംഗ്ഷനിൽ നിന്നും ഘോഷയാത്ര വീണ്ടും പ്രയാണം ആരംഭിക്കും. ഇന്ന് വൈകിട്ട് രക്തകമണ്ഡി ക്ഷേത്രത്തിൽ ഓമല്ലൂരിലാണ് രാത്രി വിശ്രമം ഒരുക്കിയിരിക്കുന്നത്. രാത്രി 8:30യോടുകൂടി അവിടെ എത്തിച്ചേരും. നാളെ രാവിലെ അവിടെ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര രാത്രി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. നാളത്തെ രാത്രി വിശ്രമം കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലാണ്. 24-ാം തീയതി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന പ്രയാണം, രാവിലെ പുറപ്പെടുന്ന പ്രയാണം പിന്നീട് 24-ാം തീയതി വൈകിട്ട് പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും 25-ാം തീയതി ഘോഷയാത്രയുടെ അവസാന പ്രയാണ ദിവസം, 4-ാമത്തെ ദിവസം അവിടെ നിന്ന് പ്രയാണം തുടരുന്ന ഘോഷയാത്ര, പെരുന്നാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പ്രയാണം തുടരുന്ന ഘോഷയാത്ര 25-ാം തീയതി രാവിലെ 11 മണിയോടെ നിലയ്ക്കൽ എത്തും. നിലയ്ക്കൽ നിന്നുള്ള സ്വീകരണവും മറ്റും ഏറ്റുവാങ്ങി, പ്രധാന ഇടത്താവളമായിട്ടുള്ള നിലയ്ക്കൽ നിന്നുള്ള സ്വീകരണവും മറ്റും ഏറ്റുവാങ്ങി പിന്നീട് പമ്പയിലേക്ക് എത്തും. പമ്പയിൽ ഉച്ചയ്ക്ക് 1 മണിക്കാണ് എത്തുന്നത്. പമ്പയിൽ നിന്നും പ്രയാണം തുടരുന്നത് 3:30-ക്ക് ശേഷമാണ്. 25-ാം തീയതി 3:30-ക്ക് ശേഷം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുന്ന ഘോഷയാത്ര മരക്കൂട്ടത്ത് ദേവസ്വം ബോർഡ് ഭാരവാഹികളും ദേവസ്വം ജീവനക്കാരും എല്ലാം ചേർന്ന് ആചാരപരമായി തന്നെ ഘോഷയാത്രയെ വരവേറ്റ് 18-ാം പടി കയറി സോപാനത്ത് എത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിച്ച് തങ്കയങ്കി ഏറ്റുവാങ്ങി അയ്യപ്പ ഭക്തജനങ്ങൾ 1 വർഷത്തോളം കാത്തിരുന്ന ആ പുണ്യ നിമിഷം തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന 25-ാം തീയതി വൈകിട്ട് 6:30-ക്ക് നടക്കും. 26-ാം തീയതി 41 ദിവസത്തെ മണ്ഡലകാലത്തിന് സമാപനം കുറിച്ചുകൊണ്ട് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജയും നടക്കും. വഴിത്താരകളിലെല്ലാം ഭക്തജനങ്ങളുടെ വലിയ തിരക്ക്. ഭക്തജനങ്ങൾ നിറപറയും നിലവിളക്കും ഒക്കെ ഒരുക്കിക്കൊണ്ട് ഘോഷയാത്രയെ വരവേൽക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെയൊക്കെ ആ ഒരു ഭക്തി നിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ തങ്കയങ്കി ഘോഷയാത്ര പ്രയാണം തുടരുകയാണ്. ശരി, ഇതിന് മണ്ഡലപൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് ചേർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര നെടുംപ്രയാർ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ 7 മണിയോടെയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെട്ടത്. 25-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും. 26-നാണ് മണ്ഡലപൂജ. നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി.